ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജാസ്മിൻ സൈന സൗത്ത് പ്ലസിന് നൽകിയ ഇൻ്റർവ്യൂകളൊക്കെ കണ്ടു. 5 പാർട്ടായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒക്കെ കണ്ടു. ജാസ്മിൻ്റെ ന്യായീകരണങ്ങളെല്ലാം കണ്ടു. പക്ഷേ എനിക്കതിൽ 1-2 സംശയങ്ങൾ. കുറേ അധികം കാര്യങ്ങൾ ജാസ്മിനെ ന്യായീകരിക്കാൻ തോന്നുന്ന വിധത്തിൽ തന്നെയാണ് ജാസ്മിൻ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കും തോന്നും, ശരിയാണല്ലോ ആ കുട്ടി പറഞ്ഞത് എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ജാസ്മിൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ചില കാര്യങ്ങളിൽ ജാസ്മിൻ്റെ എക്സ്പ്ലനേഷൻ കറക്റ്റാണോ എന്നതാണ് കാര്യം. ഒന്ന്, അഫ്സലിൻ്റെ കാര്യം പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ തെറ്റ് സംഭവിച്ചു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയില്ല, തെറ്റ് ചെയ്തു, പക്ഷേ എന്നോട് ചെയ്തത് ചതിയാണ് എന്നാണ് പറയുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എന്താണ് ആ ചതി? എനിക്ക് ഇപ്പോഴും അതാണ് മനസ്സിലാവാത്തത്. ഒരാളോട് ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണ്, ഒരു റിയാലിറ്റി ഷോയാണ്, ആ റിയാലിറ്റി ഷോയിലേക്ക് ഞാൻ മത്സരിക്കാൻ വേണ്ടി പോവുകയാണ്, പോയി വന്നിട്ട് നമുക്ക് നമ്മുടെ വിവാഹത്തിലേക്ക് കടക്കാം, നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കണം എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ട് പോവുകയാണ് ഒരു പെൺകുട്ടി. ആളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, ഞാൻ തിരിച്ചു വന്നിട്ട് നമ്മുടെ വിവാഹം ഉണ്ടാവും അല്ലെങ്കിൽ നിശ്ചയം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുത്തിട്ട് പോവുകയാണ്. അദ്ദേഹം ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ജീവിക്കുകയാണ് പുറത്ത്. അങ്ങനെയുള്ളപ്പോൾ അകത്ത് ചെന്നിട്ട് വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒരാളോട് പ്രേമം തോന്നുകയാണ്. അപ്പോൾ അത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ക്യാമറ കണ്ടുപിടിക്കില്ലേ? ഇത്രയധികം ക്യാമറ ഉള്ളതല്ലേ, ഞങ്ങളുടെ കണ്ണുകളിൽ ആ പ്രണയം കാണില്ലേ? അതുകൊണ്ട് തുറന്ന് പറയാതിരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ന്യായീകരണം. എന്നിട്ടും ഞങ്ങളത് പിടിച്ച് വെച്ചത് പുറത്തൊരു ബന്ധമുള്ളത് കൊണ്ടാണ്. ഈ പുറത്തിരിക്കുന്ന ആൾ, ഈ ക്യാമറയിൽ ഇവരുടെ കണ്ണുകൾ കാണുന്ന പ്രണയം ഈ പുറത്തിരിക്കുന്ന ആളും കാണുന്നില്ലേ? തീർച്ചയായും കാണുന്നില്ലേ? അപ്പോൾ അയാളുടെ ഹൃദയം എത്രയധികം വേദനിക്കുന്നുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി വേറൊരാളെ പ്രണയപൂർവ്വം നോക്കുമ്പോൾ അത് കാണുന്ന ആ പയ്യൻ്റെ അവസ്ഥ എന്തുകൊണ്ട് ഒരു തവണ പോലും ജാസ്മിൻ ചിന്തിച്ചില്ല? ജാസ്മിൻ പറയണേ, എനിക്ക് അദ്ദേഹത്തോടൊന്ന് ഹായ് ബൈ പറയാനുള്ള ഒരു ബന്ധം പോലും ഇല്ലാത്ത അവസ്ഥയായി, അതിനുള്ള മാനസികാവസ്ഥ പോലും ഇല്ലാതെയായി. എന്നെ സോഷ്യൽ മീഡിയയിൽ വലിച്ചിട്ട് കൊടുത്തു, എൻ്റെ ചാറ്റുകൾ പുറത്തു വിട്ടു. ശരിയാണ്, പ്രൈവറ്റ് ചാറ്റുകൾ അദ്ദേഹം പുറത്തു വിട്ടത് തെറ്റ് തന്നെയാണ്, അല്ല എന്ന് പറയില്ല. പക്ഷേ ആ സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചതാരാണ്? അതാണ് അറിയേണ്ടത്. ആ സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചതാരാണ്? ജാസ്മിനും ജാസ്മിൻ്റെ കുടുംബവും കുറേ ജാസ്മിൻ ആരാധകരും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അദ്ദേഹത്തെ വലിച്ചിഴച്ച്, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ വലിച്ചിഴച്ച് വളരെയധികം സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിച്ചു. ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിച്ചവരെ മീഡിയയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് കുറ്റം മുഴുവൻ അയാളുടെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കണം, അയാൾ ചതിയനാണ്. എന്ത് ചതിയാണ് ചെയ്തത്? ഇതിനു മുമ്പ് നമ്മളാരും മറന്നിട്ടില്ല ഗൈസിൻ്റെ ഒരു വിഷയം, അല്ലേ? ഇവരെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും തമ്മിൽ അസ്ലാം വർലിയും ഗൈസും അങ്ങനെ കുറേ പേര് ഇതിൽ ഉൾപ്പെട്ടൊരു ഭയങ്കര അടിപിടി ബഹളം കുറേ കാലം സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ പേരിലുള്ള തർക്കവും വഴക്കും വീഡിയോസും ഒക്കെ ആയിരുന്നു. അതിൽ ഗെയ്സ് ജാസ്മിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അതായത് എൻഗേജ്ഡ് അല്ലെങ്കിൽ നോക്കാമായിരുന്നു ആ പെൺകുട്ടിയെ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ വോയിസ് പുറത്തു വിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഗെയ്സിനെ കൊണ്ട് മുൻപ് വെളുക്കാനുള്ള ക്രീമിനെ പറ്റി പരസ്യം ചെയ്ത് റിയാക്ഷൻ ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ച ആളാണ് ജാസ്മിൻ. നിസ്സാരമായിട്ട് ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയോട് ക്രഷ് തോന്നുക എന്ന് പറയുന്നതോ, ഒരു കുട്ടിയോട് ഒരു ഇഷ്ടം തോന്നുക എന്ന് പറയുന്നതോ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ജാസ്മിൻ പറയുന്നുണ്ടല്ലോ, എനിക്കറിയില്ല എങ്ങനെ സംഭവിച്ചു, സ്വാഭാവികമായി സംഭവിച്ചതാണ്, ഞങ്ങൾക്ക് തമ്മിലുള്ള ഇഷ്ടം, ഗബ്രിയോട് തോന്നിയ ഇഷ്ടം എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയാം. അത് തന്നെയാണ് എല്ലാ മനുഷ്യരിലും ഉള്ളത്. ജാസ്മിനുള്ള അതേ വികാരം തന്നെയാണ് എല്ലാ മനുഷ്യരിലും ഉള്ളത്. അങ്ങനെ ഒരു വികാരത്തിൻ്റെ പുറത്ത് നല്ല കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ ഒരു വോയിസ് വെച്ച് ഭീഷണിപ്പെടുത്തി വീഡിയോസ് ഡിലീറ്റ് ചെയ്യിപ്പിച്ച ആളാണ് ജാസ്മിൻ. ആ ജാസ്മിൻ വന്നിരുന്ന് പറയുകയാണ് അഫ്സൽ ചതിയനാണെന്ന്. അതെങ്ങനെ ശരിയാവുക? എനിക്ക് ഒരിക്കലും അത് ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി മറ്റൊരുത്തനുമായിട്ട് ഇത്രയധികം ഇൻറ്റിമേറ്റ് ആയിട്ട് ഇടപെടുന്നത് കാണുമ്പോൾ, ഈ കണ്ണിൽ പ്രണയം തുളുമ്പുന്നത് കാണുമ്പോൾ അവൻ്റെ ഹൃദയം നുറുങ്ങും, വേദനിക്കും. ഇതേ അഫ്സലാണ് പുറത്ത് ജാസ്മിൻ അകത്ത് പോയ സമയത്ത് വേറൊരു പെൺകുട്ടിയായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിരുന്നെങ്കിൽ ജാസ്മിൻ എന്ത് പറയായിരുന്നു? അപ്പോൾ അത് ഒരു തരത്തിലും ജാസ്മിൻ ന്യായീകരിക്കരുത്, ഒരു തരത്തിലും അഫ്സലിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. എന്താ പറയുന്നത്, എൻ്റെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ കൈക്കലാക്കാൻ നോക്കി, ഞാൻ വിശ്വസിച്ച് കൈക്കലാക്കാൻ നോക്കിയൊന്നുമല്ല, അദ്ദേഹം വിളിച്ചിട്ട് എടുത്തില്ല, എനിക്ക് സൗകര്യമുള്ളപ്പോൾ തരാമെന്നാണ്. അത്രയെങ്കിലും പ്രതിഷേധിക്കാനുള്ള അവകാശം അയാൾക്കില്ലേ? അയാൾക്ക് അത്രയെങ്കിലും പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലേ? അയാളാണ് വേദനിച്ചത്, അയാളാണ് അപമാനിക്കപ്പെട്ടത്.
തൻ്റെ പെണ്ണ് എന്ന് സമൂഹത്തിന് മുന്നിൽ, തൻ്റെ ബന്ധുക്കൾക്ക് മുന്നിൽ, തൻ്റെ കൂട്ടുകാർക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയ ഒരാള് വേറൊരാളുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് പറയാതെ പറയാണ്. അപ്പോൾ ഇയാളെ അവൾ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട്, അയാളെ സ്നേഹിച്ചതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്. കുറച്ചെങ്കിലും ആത്മാർത്ഥമായിട്ടാണ് ആ പയ്യനെ സ്നേഹിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും ജാസ്മിൻ ഗബ്രിയോട് ഇഷ്ടം തോന്നില്ലായിരുന്നു. ഒരു സംശയമില്ലാത്ത കാര്യം. കാരണം അധികം ദിവസങ്ങളൊന്നും ആയിട്ടില്ല, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്ത് ഒരുത്തനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചിട്ട് അകത്ത് വേറൊരുത്തനെ പോയി സ്നേഹിക്കാൻ ഒരു പെണ്ണിനും കഴിയില്ല. അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ പുറത്തുള്ള സ്നേഹത്തിന് സത്യസന്ധത ഇല്ല, ആത്മാർത്ഥത ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. എന്ന ന്യായീകരണം ഞാൻ ഒറ്റപ്പെട്ടു. ബിഗ് ബോസിനകത്ത് പോകുന്ന എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ്, ഒരാൾ മാത്രമല്ല. സീസൺ 6 ആയി, എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ് അവിടെ ഗെയിം കളിക്കുന്നത്. ഒരുപാട് പേര്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ടോർച്ചറിങ് അനുഭവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മൾ കണ്ടതാണ് പലതവണ ജിൻഡോ ഒന്ന് തല ചായ്ച്ച് കരയാൻ പോലും ആളില്ല എന്ന് പറഞ്ഞ് കരയുന്ന ജിൻഡോയെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അങ്ങനെ പലരും പല സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെടൽ അനുഭവിക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ ആരെ വിശ്വസിക്കണമെന്ന് ആർക്കും അറിയില്ല. അതിന് കണ്ടുപിടിച്ച മാർഗം പ്രേമമാണോ? ഫ്രണ്ട്ഷിപ്പ്, ശരി, നല്ല ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ട്. കാരണം എന്താണ്, എനിക്ക് പുറത്ത് റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു പയ്യനെ ഞാൻ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഗബ്രിയോട് എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു ന്യായീകരണം ഉണ്ടായിരുന്നു. അപ്പം ശരിയാണ്, ആ ഫ്രണ്ട്ഷിപ്പിനെ അഫ്സൽ തെറ്റിദ്ധരിച്ചു, അവൻ ചതിയനാണെന്ന് പറയായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലല്ലോ പറയുന്നത്. എൻ്റെ കണ്ണുകളിൽ പ്രണയം ഉണ്ടായിരുന്നു, ആ ക്യാമറ കാണുന്നുണ്ട്, പിന്നെ എങ്ങനെ ഞാൻ കള്ളം പറയും? ആ ക്യാമറയിലൂടെ ഈ പയ്യനത് കാണുന്നുണ്ട്, ആ കണ്ണുകളിലുള്ള പ്രണയം. എന്നിട്ട് ആ പയ്യൻ ചതിയനാണെന്ന് എങ്ങനെ പറയാൻ തോന്നി? അതാണ് ഇപ്പോഴും ആ പയ്യനെയാണ് കുറ്റപ്പെടുത്തുന്നത്. തൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ല പറയുന്നത്, ആ പയ്യനെയാണ് കുറ്റം പറയുന്നത്. ഏത് പയ്യന്മാർ സമ്മതിക്കുമെന്ന് അങ്ങനെ ഒരു കാര്യം? ഒരിക്കലും ആരും സമ്മതിക്കില്ല. ആ പയ്യനെ 1% പോലും കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ആര്യയുടെ കാര്യം. ആര്യനെ വന്നിരുന്ന് പറയുന്നുണ്ട്, ആര്യ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടൊരു വ്യക്തിയാണ്, അങ്ങനെയുള്ള ആര്യ എന്നെ സൈബർ അറ്റാക്കിന് ഇട്ടു. ആര്യ അല്ല സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്തത്. ആര്യ പലപ്പോഴും ജാസ്മിനെ ന്യായീകരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ആര്യനെ കൊണ്ട് പബ്ലിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ജാസ്മിൻ്റെ വാപ്പയുടെ വോയിസ് പുറത്ത് വിടാനുള്ള അവസ്ഥ ഉണ്ടാക്കിയത് ജാസ്മിൻ ഫാൻസും ജാസ്മിൻ്റെ വാപ്പയും തന്നെയാണ്. അപ്പോൾ സ്വന്തം ഫ്രണ്ട്, പരസ്പരം ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഫ്രണ്ട്സ് ആയിരുന്നു അത്ര ഇവരെല്ലാവരും, ഈ അസ്ലാം മെർലിയും ജാസ്മിനും ഒക്കെ. എന്നിട്ട് അതേ അസ്ലാം മെർലിയെ ഒരു സുപ്രഭാതത്തിൽ ജാസ്മിൻ പബ്ലിക്കിന്റെ മുന്നിൽ ഇട്ട് കൊടുത്തില്ലേ സൈബർ അറ്റാക്കിന്? നമ്മളെല്ലാവരും കണ്ടതാണ്. അസ്ലാം മെർലിയുടെ ഭാഗത്തു നിന്നല്ല അതുണ്ടായത്. ആദ്യമായിട്ട് അസ്ലാം മെർലിനെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്ത ആൾ ആരാണ്? ജാസ്മിനാണ് അത് തുടങ്ങി വെച്ചത്. എന്നിട്ട് അതേ ജാസ്മിൻ വന്നിരുന്നിട്ട് ആര്യയെ കുറ്റപ്പെടുത്തുകയാണ്. അതെങ്ങനെയാണ് കഴിയുന്നത്? അതെങ്ങനെ രണ്ടുപേർക്കും രണ്ട് ന്യായമാകുന്നത്? ആര്യം മിണ്ടാതിരുന്ന ആളാണ്, ശരിയാണ്. ഇവരുടെ വാപ്പനും ഉമ്മേനെ എയർപോർട്ടിൽ വെച്ച് കണ്ടു, ഒരു സംസാരിച്ച് ഫോട്ടോ എടുത്തു, പിരിഞ്ഞു. അത് അവിടെ തീരേണ്ട വിഷയമാണ്. പക്ഷെ അത് കുത്തിപ്പൊക്കി പുറത്ത് കൊണ്ടുവന്ന് അവരെ സൈബർ അറ്റാക്കിന് ഇട്ടു കൊടുത്തപ്പോൾ അവരുടെ ഭാഗം ന്യായീകരിക്കേണ്ട അവസ്ഥ അവർക്ക് വന്നു ചേർന്നു. പ്രത്യേകിച്ച് ആര്യയ്ക്ക് വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് അവിടെ എയർപോർട്ടിൽ സംഭവിച്ചത് എന്ന് മാത്രമാണ് ആര്യ പറഞ്ഞത്. അല്ലാണ്ട് ആരെയും കുറ്റപ്പെടുത്തുന്നല്ല ചെയ്തത്. ഇതാണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്നാണ് ആര്യ വന്ന് പറഞ്ഞത്. പക്ഷേ അതല്ല, അതിന് പകരം ആര്യനെ കുറ്റപ്പെടുത്താനാണ് ശ്രമം. തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് ആ കുട്ടി മനസ്സിലാക്കുന്നില്ല. എന്തിനങ്ങനെ? അതുപോലെ പിന്നെ ബിഗ് ബോസിനകത്ത് വന്നിട്ടും പുറത്ത് ഇന്റർവ്യൂവിലും ഒക്കെ സ്വന്തം മകളെ കുറ്റം പറഞ്ഞ ആൾക്കാർ തന്നെയാണ് അവര്. അതിന് ന്യായീകരണമുണ്ടോ? സ്വന്തം മകളെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, സ്വന്തം വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? ഇവർ പറയുന്നുണ്ടല്ലോ, ആ പയ്യനെ എന്നെ മനസ്സിലാക്കാൻ കുറച്ച് വെയിറ്റ് ചെയ്യാമായിരുന്നു, മനസ്സിലാക്കാൻ. അത് സ്വന്തം കുടുംബക്കാർ തന്നെ ചെയ്തില്ല. അവരെ പറ്റിച്ചതാണെന്നോ ഒരു നാട്ടും പ്രദേശത്തുകാരാണെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും കൊല്ലം ഒരുമിച്ച് കഴിഞ്ഞ ആൾക്കാരല്ലേ, സ്വന്തം മോളല്ലേ. സ്വന്തം മോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ ആശങ്ക ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ എന്തിനു കുറ്റപ്പെടുത്തണം? അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ജാസ്മിനും ജാസ്മിൻ്റെ വീട്ടുകാരും ചേർന്നിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. അവനവൻ്റെ തെറ്റ് മൂടി വെക്കാൻ അത് മറ്റുള്ളവരുടെ തലയിലേക്ക് കൊണ്ടിടരുത്. ആര്യയ്ക്ക് നേരെ വന്ന അറ്റാക്കിന്റെ ഭാഗമായിട്ടാണ് ആര്യ പ്രതികരിച്ചത്. അതിനെയൊക്കെയാണ് ഈ കുറ്റപ്പെടുന്നത്. അതിനൊന്നും ഒരു അർഹതയും ശരിക്കും ജാസ്മിനില്ല. ജാസ്മിൻ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയാൻ. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം എന്ത് തന്നെ ആയാലും അത് മറ്റുള്ളവരെ ആരെയും ബാധിക്കില്ല. അവരിനി ഫ്രണ്ട്സ് ആയാലും ശരി, അവർ കാമുകന്മാരായാലും ശരി, നാളെ ഭാര്യ ഭർത്താക്കന്മാരാകണമെങ്കിലും ശരി, അതൊന്നും സമൂഹത്തിനെ ബാധിക്കില്ല. അത് അവരുടെ ലൈഫാണ്. അതിൽ മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ലാതെ ആ ബന്ധം ഏത് തരത്തിലുള്ളതെന്ന് അന്വേഷിക്കേണ്ട കാര്യവും മറ്റുള്ളവർക്കില്ല. കാരണം അവരുടെ അമ്മയോ അച്ഛനോ കുടുംബക്കാർക്കോ അവർക്കോ ഇല്ലാത്ത വേവലാതി നാട്ടുകാർക്ക് തോന്നേണ്ട കാര്യമല്ലോ. അതൊക്കെ ഒരു പരിധി വരെ ജാസ്മിൻ പറയുന്ന ആക്സെപ്റ്റ് ചെയ്യുമ്പോഴും അഫ്സലിന്റെ കാര്യത്തിലും ആര്യയുടെ കാര്യത്തിലും ജാസ്മിൻ പറഞ്ഞതിനോട് യോജിക്കാൻ എനിക്ക് കഴിയില്ല.